എന്നതാണ് നേരത്തെ ഞാൻ ഡാനോട് ചോദിച്ചതുമാതിരി ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ തൊട്ട് ഈ പെൺകുട്ടി 4 മണിക്ക് ശേഷം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകി എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തൊട്ട് അതുവരെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്ന രാഹുൽ പിന്നീട് അപ്രത്യക്ഷനാവുകയായിരുന്നു. ഓഫീസ് പൂട്ടിക്കിടക്കുകയാണ്, ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. രാഹുലുമായി ബന്ധപ്പെട്ട ആർക്കും രാഹുൽ എവിടെയാണ് എന്നൊരു ഉത്തരം നൽകുന്നുമില്ല. എന്തായിരിക്കും അടുത്ത നീക്കം? കോടതിയെ സമീപിക്കുന്നു എന്ന് പറയുന്നു. ഇന്നലെ തൊട്ട് ഈ കുട്ടി വിവാഹിതയായിരുന്നു എന്നൊരു തരത്തിലൊരു ക്യാപ്സ്യൂളൊക്കെ രാഹുലുമായി അടുത്ത ബന്ധമുള്ളവർ പുറത്തുവിടുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആരായാലും ശരി, വിവാഹിതയാണെങ്കിലും സ്വന്തം ഭാര്യയാണെങ്കിലും ഫോഴ്സ്ഡ് പ്രഗ്നൻസി, ഫോഴ്സ്ഡ് അബോർഷൻ, ഇത് രണ്ടും കുറ്റകരമായ ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അത് ഈ ക്യാപ്സ്യൂളുകൾക്ക് അപ്പുറത്ത് രാഹുലിനെ കുരുക്കുന്ന കാര്യമല്ല. ശ്രീജ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഇതുവരെയും ഔദ്യോഗികമായ ഒരു പരാതിയില്ല എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആത്മവിശ്വാസമെങ്കിൽ പിന്നീട് ആ സാഹചര്യം മാറുകയാണ്. ഇന്നലെ കണ്ണാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വളരെ സജീവമായിരുന്ന രാഹുൽ മാങ്കൂട്ടം ഈ പരാതി ലഭിച്ച നിമിഷം തന്നെ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലും താൻ സത്യം തെളിയിക്കും, ഏറ്റവും ഒടുവിൽ സത്യമേവ ജയതേ എന്ന FB പോസ്റ്റ് കൂടി കുറിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. രാഹുൽ മാങ്കൂട്ടം എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തുക എന്നത് ഇനി പോലീസിൻ്റെയും ദൗത്യമായി വരും. അവിടെ രാഹുൽ മാങ്കൂട്ടം ഇതിനു മുമ്പ് തന്നെ ചില നിയമപരമായ വശങ്ങൾ തേടിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടത്തിൻ്റെ ഇന്നലെ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങളിലടക്കം രാഹുൽ മാങ്കൂട്ടം ഇതിനെ നിയമപരമായി നേരിടാൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടാകുന്നത് മുൻകൂർ ജാമ്യം തേടുക എന്നുള്ളതാണ്. സമാനമായ തരത്തിലുള്ള ആരോപണങ്ങൾ ജനപ്രതിനിധികൾക്ക് നേരെ ഇതിനു മുമ്പും ഉയർന്നു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം റാപ്പർ വേടനും സമാനമായ തരത്തിലായിരുന്നു. 3 സ്ത്രീകൾ ഉൾപ്പെടെയാണ് ഈ ലൈംഗിക പീഡന പരാതി നൽകിയത്. പക്ഷേ മുൻകൂർ ജാമ്യം ലഭിച്ച പശ്ചാത്തലമുണ്ട്. അതുപോലെയുള്ള ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമം ആണ് ഇനി നടക്കാൻ പോകുന്നത്. അത് ഏത് കോടതിയായിരിക്കും സമീപിക്കുക എന്നതാണ് വ്യക്തമാകേണ്ടത്. അത് FIR രജിസ്റ്റർ ചെയ്താൽ ഉടൻ കോടതിയെ സമീപിക്കും എന്നതായിരുന്നു ജോർജ് പൂന്തോട്ടത്തിൻ്റെ പ്രതികരണം. ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ നിലവിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇത്തരം വിഷയങ്ങളിൽ സെഷൻസ് കോടതിയാണ് ആദ്യം സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ സ്വഭാവം ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇനി മുൻകൂർ ജാമ്യാപേക്ഷ എവിടെ നൽകണമെന്നതിൽ തീരുമാനമെടുക്കുക. ഒപ്പം അന്വേഷണ സംഘവും ഒരു നീക്കം നടത്തുന്നത് കോടതിയിൽ അപേക്ഷ നൽകി അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയമായി ഏറെ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു കേസ് ആണ്. മാത്രവുമല്ല സമ്മർദ്ദം ഏത് തലത്തിൽ നിന്ന് വേണമെങ്കിലും ഉണ്ടാകാം. ഇപ്പോഴും ഈ അതിജീവിത പരാതി നൽകിയിട്ടുള്ളത് ചില രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഇടതുപക്ഷത്തിൻ്റെയും CPM-ൻ്റെയും ഒക്കെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന പ്രതിരോധം കോൺഗ്രസ് തീർക്കുന്ന സാഹചര്യമുണ്ട്. നാളെ സമ്മർദ്ദത്തിന് വിധേയമായി ഈ പരാതിയിൽ നിന്ന് പിന്മാറുകയോ മൊഴിയിൽ നിന്ന് മാറുകയോ ചെയ്യുവാനുള്ള സാധ്യത അന്വേഷണ സംഘം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുവാനുള്ള അപേക്ഷ നൽകുവാനുള്ള സാധ്യതയും മുന്നിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം നിയമ നടപടികളെ നേരിടാനുള്ള തയ്യാറെടുപ്പിൽ ആണ് രാഹുൽ മാങ്കൂട്ടം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ യുവതിയുടെ പശ്ചാത്തലം ഇതുവരെ എന്നത് സംബന്ധിച്ച് നമുക്കറിയാം. അതിജീവിതയുടെ പരാതി ഉയരുമ്പോൾ അതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടത് നമ്മൾ എല്ലാവരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോഴും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എങ്ങനെയാണ് ഈ യുവതിയെ ഇര എന്ന് വിശേഷിപ്പിക്കുക, ഇര ആരാണ് എന്നത് അറിയാത്തവരാണ് ഇര എന്ന വിശേഷണം ഈ യുവതിക്ക് നൽകുന്നത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർത്തുകയാണ്. അതൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കാം നൽകുന്നത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് ശ്രീജ, ഇവിടെ ഒരു പരാതി ഔദ്യോഗികമായി ലഭിച്ച പശ്ചാത്തലത്തിൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനി നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോടതിയിൽ ഇക്കാര്യങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും. അതായത് ഇരയുടെ രഹസ്യ സ്വഭാവം, ഇരയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ സൂക്ഷിക്കുകയും ആ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന ഇര വിവാഹിതയാണ് എന്നും വിവാഹം കഴിഞ്ഞിട്ട് ഏറെ നാളായിട്ടില്ല എന്നും എവിടെ വെച്ചാണ് ഈ ഗർഭധാരണത്തിന് കാരണമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഇവർ ഏർപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്ന പശ്ചാത്തലമുണ്ടാകാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിട്ടുള്ള വാട്സപ്പ് ചാറ്റിൽ നീ ഗർഭിണിയാകാൻ തയ്യാറാകൂ എന്ന് പറയുമ്പോൾ മറിച്ച് ഈ ഇരയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം എന്നത് പിൽസ് മുഖ്യം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ മാനസികമായ
വളർച്ചാക്കുറവുള്ള, അതായത് മാനസികമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു സ്ത്രീയല്ല, അല്ലെങ്കിൽ ആകാത്ത ഒരു സ്ത്രീയല്ല എന്ന മട്ടിൽ ഉള്ള ഒരു നിരീക്ഷണത്തിലേക്ക് അടക്കം ആണ് ഈ കോൺഗ്രസ് അനുഭാവികളും ഒപ്പം ഇപ്പോൾ അഭിഭാഷകനും എത്തിയിട്ടുള്ളത്. ഇതെല്ലാം കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമാകും. അതായത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ലൈംഗിക ബന്ധം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഈ ഗർഭധാരണത്തെക്കുറിച്ചും ഗർഭഛിദ്രത്തെക്കുറിച്ചുമൊക്കെ ധാരണയുള്ള യുവതിയാണ് എന്ന വാദം ആയിരിക്കും ഇനി ജാമ്യാപേക്ഷയിലടക്കം ഉന്നയിക്കാൻ പോകുന്നത്. മാത്രവുമല്ല, എന്തുകൊണ്ട്, അതായത് ഇത്തരം ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഏതാണ്ട് 3 മാസമാകുമ്പോൾ പോലും ഈ യുവതി ആ സംഘത്തിന് പരാതി നൽകിയില്ല. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമ്പോൾ അതിന് ചില രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഒരു ജനപ്രതിനിധിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് അടക്കമുള്ള ആരോപണങ്ങൾ തന്നെയായിരിക്കും. ശരി അഭിലാഷ്, പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ വിവാഹിതയായിരുന്നു അല്ലെങ്കിൽ പ്രായപൂർത്തിയായ സ്ത്രീയാണ്, എല്ലാം അറിയാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും അത് ചോദിക്കുന്നവർ അറിയേണ്ടത് നിർബന്ധിത ഗർഭധാരണവും, ഒരു സ്ത്രീ തൻ്റെ താല്പര്യമില്ലാതെ ഗർഭം ധരിക്കാൻ ആ സ്ത്രീയെ സമ്മർദ്ദം ചെലുത്തുന്നതും, ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ താല്പര്യമില്ലാതെ നിർബന്ധിതമായി ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും ഇന്നാട്ടിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ്. അപ്പോൾ ആ ചാറ്റുകളൊക്കെ, ഇപ്പോൾ പുറത്തു വന്ന ചാറ്റുകളൊക്കെ നിലനിൽക്കുമ്പോൾ അത് മറ്റൊരു തരത്തിൽ തിരിച്ചടിയായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അടുത്തത് നിയമപരമായി രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നീക്കമാണ് ഉണ്ടാവുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുമോ, മുൻകൂർ ജാമ്യത്തിനായി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഒരുപക്ഷെ ഈ പകലിൽ തെളിഞ്ഞു വരാൻ പോകുന്ന വാർത്തകൾ അതായിരിക്കും. അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കം, ഒപ്പം രാഹുൽ എന്ത് ചെയ്യാൻ പോകുന്നു? ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം.